മുൻജന്മങ്ങളിലെ കർമ്മദോഷങ്ങളും ഈ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള കർമ്മദോഷങ്ങളും ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകൾക്ക് പരിമിതമായിട്ടുള്ള സാധനാക്രമങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നല്ലപോലെ ജപം ചെയ്യുക, നല്ലപോലെ മന്ത്രോപാസനകൾ ചെയ്യുക, ആവുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക. വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുക, രോഗിക്ക് ഔഷധം കൊടുക്കുക. നമ്മുടെ സഹോദരങ്ങൾ ധാരാളം കഷ്ടപ്പാടുമായിട്ട് ചുറ്റുപാട് കാണുമ്പോൾ നമ്മളെ കഴിയുന്ന സേവ ചെയ്യുക. ഒന്ന്, ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നവരുടെ അടുത്ത് പോകുക, രണ്ട് വർത്താനം പറയുക, ഒന്ന് പുറം തൊട്ട് തലോടുക, നല്ല വാക്കുകൾ പറയുക, ഒന്ന് ചിരിച്ചൂടെ? ആ ചത്തുപോയി വെണ്ണീറാവണ സാധനമല്ലേ, പിന്നെ ഇങ്ങനെ എന്താ പറയണത്, മസിലും പിടിച്ചിരിക്കുന്ന എന്തിനാ? ഒന്ന് ചിരിച്ചൂടെ? ഇല്ലേ? ഒറ്റൊരു കാര്യം ചെയ്യൂ, ബാക്കിയൊക്കെ ഒന്നും നിങ്ങൾ ഇതുവരെ പറഞ്ഞ ഒന്നും അനുസരിച്ചില്ലെങ്കിൽ ഒന്ന് ചെയ്യൂ ദയവ് ചെയ്തിട്ട്. ഒരു മാസത്തിലൊരു ദിവസം നമ്മളെ ചുറ്റുപാട് 2-3 വീട്ടിലെങ്കിലും വെറുതെ ഒന്ന് കയറുക. എന്തൊക്കെയാ വർത്താനം? നിങ്ങൾ എന്താ വന്നത്? ഒന്നുമില്ല, പണ്ടൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, വീടുകളിൽ പോയി ലോഹ്യം പുതുക്കാറുണ്ടല്ലേ, അതുപോലെ വന്നു. ചായ വേണോ? വേണ്ടെങ്കിലും വേണമെന്ന് പറയാം. അതൊന്നൊക്കെ വാങ്ങി കുടിക്കുക, വരൂ കേട്ടോ, എൻ്റെ വീട്ടിലേക്കും വരൂ എന്ന് പറയാം. ആ ഒരു സ്നേഹബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കുക. എത്ര മാറ്റം വരുന്നറിയാം നമ്മുടെ സമൂഹത്തിൽ. ഇതിപ്പോൾ ഓരോരുത്തർക്കും പൊങ്ങച്ചാണേ, മുണ്ടില്ല. ട്രെയിനിലൊക്കെ ഈ കൂട്ടത്തിൽ നോക്കും, ഒരു 10-30 കൊല്ലം ഇവിടുന്ന് ഒരു മുമ്പ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ ട്രെയിനിൽ യാത്ര ചെയ്തവരെന്ന് പറയൂ, ഒരു 5 കൂട്ടുകാരെങ്കിലും ഉണ്ടാവില്ലേ കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക്? ഇപ്പോഴാ മുണ്ടൂല, അങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ മൊബൈൽ ഫോൺ ആക്കിക്കൊണ്ടിരിക്കുക, വേണ്ടാത്ത എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കും. അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് വർത്താനം പറഞ്ഞൂടെ? എന്താ കുഴപ്പം? ഇതിനേക്കാൾ കഷ്ടമാണ് വിമാനത്തിൽ മുണ്ടൂല. ഞാൻ ഒരാളെയും വിടാറില്ല, രണ്ട് ഭാഗത്തുള്ളവരെ മുമ്പിലിരിക്കുന്നവരൊക്കെ ഞാൻ വർത്താനം പറയും. എന്തൊക്കെയാ വർത്താനം? എവിടെയാ വീട്? സുഹൃത്ത് എന്തൊക്കെയാ? എന്തിനാ പോണത്? എവിടെയാ? എന്താ? സ്വാമി ഒരു സമാധാനം കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഇത് മനസ്സിലായില്ലേ, ഇനി നിങ്ങളിത് തുടരണം കേട്ടോ. തമാശ പറയല്ല, ഇത് വെറുതെ അടക്കി വെച്ചിരിക്കുക. നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ തന്നെ എന്ത് സുഖമുണ്ട്. ഇത് ആരോടും മിണ്ടാത്തൊരവസ്ഥയാണ്. ഇവിടെ രാമായണത്തില് ശ്രീരാമചന്ദ്രനെ പല പ്രാവശ്യം വാൽമീകി ചെയ്തൊരു വിശേഷണമുണ്ട്. 1 പ്രാവശ്യം 2 പ്രാവശ്യം 10 പ്രാവശ്യം അല്ല. പൂർവാഭിഭാഷി. രാമന്റെ പര്യായങ്ങളിൽ വാൽമീകി ഏറ്റവും ഉപയോഗിച്ച ഒന്നാണ് പൂർവാഭിഭാഷി. ഏത് സദസ്സിൽ ചെന്നാലും ആദ്യം വർത്താനം പറയുന്നതാണ്. എന്തൊക്കെയാ വർത്താനം? എന്ത് നഷ്ടപ്പെടാനാ നമുക്ക്? അവരെന്നോട് പറയട്ടെ, എന്നിട്ട് പറയാം. എൻ്റെ പേരവൻ ചോദിച്ചാൽ ഞാൻ അവൻ്റെ പേര് ചോദിക്കും. എന്തിനാ ആവശ്യം? എന്തിനാണിതേക്കോ? ഒന്ന് തുറന്ന് സംസാരിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞു, ഒന്ന് കെട്ടിപ്പിടിച്ച് എന്തൊരു സുഖമുണ്ടില്ലേ? എന്തൊക്കെ അലിഞ്ഞു പോകുന്നറിയോ? ചിലർക്കൊക്കെ നമ്മളുടെയൊക്കെ വലിയ ദേഷ്യമായിരിക്കും. ഞാനതൊക്കെ പറഞ്ഞാലോ, ഒന്ന് ഒടുങ്ങി കിട്ടിയാൽ വലിയ വർഗീയവാദി, മഹാഭീകര വർഗീയവാദി, അത് ഇത്. ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പ്രശ്നമാണ്. സ്വാമിനെ ഞങ്ങൾ ഇങ്ങനെ നല്ല കരുതി കേട്ടോ, നിങ്ങളുടെ അങ്ങനെ കരുതാൻ ആര് പറഞ്ഞു? ഞാൻ ചോദിക്കും. എൻ്റെ അടുത്ത് നിങ്ങൾ എടുത്തോ. പൂർവാഭിഭാഷിയാണ്. അതിന് ശ്രമിക്കുക, എന്നാൽ തന്നെ ഒരുവിധം പാപങ്ങളൊക്കെ തീരും.